ഡോക്ടർ വന്ദന കേസ് പ്രതി സന്ദീപിനെ കൊല്ലം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ പോലീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. കേസിൽ സന്ദീപിനെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. വിവരങ്ങളുമായി ബിനോയ് ആണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ സന്ദീപിനെ ഹാജരാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് സന്ദീപിനെ ഇന്ന് കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് കാണിച്ചുകൊണ്ടുള്ള അപേക്ഷ കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. പ്രൊഡക്ഷൻ വാർഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് പ്രതി സന്ദീപിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാളുടെ ആരോഗ്യനില കണക്കിലെടുത്തായിരിക്കും കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യത. ഇന്നും മിക്കവാറും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെയും ഒപ്പം ഡോക്ടർമാരുടെ സംഘത്തിന്റെയും വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ സന്ദീപിനെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടും. 7 ദിവസത്തേക്കാണ് ഇയാളെ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിശാലമായൊരു അന്വേഷണത്തെ കുറിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. എന്നാൽ ഈ തെളിവെടുപ്പ് നടത്താൻ കൊണ്ടുപോകുന്ന ദിവസം എന്നാണെന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. കാരണം പ്രതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ്, പ്രതിയുടെ സുരക്ഷ കൂടി കണക്കിലെടുത്താണ് ഇയാളെ കൊണ്ടുപോകുന്ന സമയവും അല്ലെങ്കിൽ സ്ഥലവും തന്നെ വെളിപ്പെടുത്താതിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തിരിച്ചറിയൽ പരേഡിനെ കുറിച്ചും ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ആശുപത്രിയിൽ അന്ന് ഇയാൾ ആക്രമണം നടത്തുമ്പോഴുണ്ടായിരുന്ന ആക്രമണത്തിന് വിധേയരായ 6 പേർ, ഒപ്പം ആശുപത്രിയിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള 25ഓളം പേരുടെ മുന്നിൽ ഈ പ്രതിയെ ഹാജരാക്കി തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിനെ കുറിച്ച് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 7 ദിവസത്തിനുള്ളിൽ ഒരു വലിയ വിശാലമായ ഒരു അന്വേഷണ നടപടികളിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുക. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ലോക്കൽ പോലീസ് അന്വേഷിച്ച് വെച്ച ഇതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ മൊഴികൾ ശേഖരിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നീങ്ങിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഇയാളുടെ ജന്മനാട്ടിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ 2 ദിവസമായി വിവിധ ആളുകളിൽ നിന്ന് മൊഴി ശേഖരിച്ചു. ഇയാൾ ഈ മദ്യപാന ശീലമുള്ളയാളായിരുന്നെന്നും ഇടയ്ക്ക് ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഒക്കെ വ്യക്തമായ വിവരം ക്രൈംബ്രാഞ്ചിനെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആശുപത്രിയിൽ എത്തുന്നത് വരെയും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കൊലപാതകം നടത്തുന്നതിന് തലേ ദിവസവും സന്ധ്യയ്ക്കുമെല്ലാം തന്നെ ഇയാൾ വീടിന്റെ പരിസരത്ത് മദ്യപിച്ച് ബഹളം വെച്ചിരുന്നതായി തന്നെ ക്രൈംബ്രാഞ്ചിന് വിവരം ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള മൊഴികളും ആളുകളുടെ ഭാഗത്തു നിന്ന് ഇയാളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് സംഘത്തിൽ ലഭിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ്, ഈ സന്ദീപ് തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നതും. ആ സമയത്തൊക്കെ തന്നെ ഇയാൾ വളരെ നിശബ്ദനായിരുന്നു. ആക്രമണകരമായ ഒരു കാര്യങ്ങളും കാണിച്ചിരുന്നില്ല. എന്നാൽ ഇയാളെ കൊല്ലുവാൻ ആരോ പിന്തുടരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തി കാലിലെ മുറിവ് പരിശോധിച്ച ശേഷമായിരുന്നു പെട്ടെന്ന് ഇയാൾ ആക്രമണകാരിയായി മാറുന്നത്. ഇത്തരത്തിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വലിയ തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 7 ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി വീണ്ടും ഇയാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. വേണ്ടി വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. എന്തായാലും ആദ്യഘട്ടത്തിൽ 7 ദിവസമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ദേവിക. ഡോക്ടർ വന്ദന കേസ് പ്രതി സന്ദീപിനെ കൊല്ലം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതിയിൽ പോലീസ് സമർപ്പിച്ച പ്രൊട്ടക്ഷൻ വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. കേസിൽ സന്ദീപിനെ 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്.